ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പൈനാപ്പിൾ ഗൊജ്ജു. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗ്ലൂർ സ്റ്റൈൽ കറിയാണ്. ചോറിന്റെ കൂടെയും ദോശന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ആദ്യം പൈനാപ്പിൾ വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൈനാപ്പിളിന്റെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു ചട്ടിയിലേക്ക് ഇടാം. ഇതിലേക്ക് ഈ പൈനാപ്പിൾ ജസ്റ്റ് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിന് അടച്ച് വേവിച്ചെടുക്കാം. ഇനി കറിയിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി കുറച്ച് സ്പൈസസ് വറുത്തെടുക്കണം. അടുപ്പത്ത് ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാക്കി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും 1 ടീസ്പൂൺ കടലപ്പരിപ്പും 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 3 വറ്റൽമുളക് ഇട്ട് ഇളക്കി വറുത്തെടുക്കാം. ഞാനിപ്പോൾ പിരിയൽ മുളകാണ് എടുത്തിട്ടുള്ളത്. മുളക് നിങ്ങൾ എരിവിന് ആവശ്യത്തിന് എടുക്കാം. അധികം എരിവാണെങ്കിൽ സാധാ മുളകും കൂടെ എടുക്കാം. ഇത് ഒരു പകുതി പാകത്തിന് വറുത്തിട്ടാവുമ്പോൾ തീ കുറച്ച് വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലും ചേർത്ത് വീണ്ടും ഇളക്കി വറുത്തെടുക്കാം. തീ കുറച്ച് വെക്കുമ്പോൾ കരിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് ഇതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും തീ ഓൺ ചെയ്ത് ഇളക്കി വറുത്തെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് വറുത്തിട്ടായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. വറുത്തെടുത്തതെല്ലാം ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിന്റെ കൂടെ തേങ്ങയും കൂടെ ചേർത്ത് അരക്കണം. ആദ്യം ഇത് മാത്രം പൊടിച്ചെടുത്ത ശേഷം പിന്നെ തേങ്ങ ചേർത്ത് അരക്കാം. ഇത് പൊടിച്ചെടുക്കാം. ഇതിപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് തേങ്ങ ചെറുകിയത് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ വേവാൻ വെച്ചത് ഇപ്പം പാകത്തിന് വന്നിട്ടുണ്ട്. ഇത് വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് സമയമായി. ഞാൻ ഇടയ്ക്ക് 1-2 വട്ടം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളി ചേർക്കണം. ഒരു ചെറിയ ഉരുള പുളി കുറച്ച് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇതിലേക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയതോ ശർക്കര പൊടിയോ ചേർക്കാം. ഞാനിപ്പോൾ ശർക്കര ഉരുക്കിയത് ചേർക്കുന്നത്. ഇത് കുറച്ച് മധുരമുള്ള കറിയാണ്. കുറച്ച് അധികം ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കുറച്ചാണ് ചേർക്കുന്നത്. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മിക്സിയിൽ അരച്ചെടുത്ത് ചേർക്കാം. കുറച്ച് മിക്സിയിലെ ജാറ് കഴുകിയ വെള്ളം ചേർക്കാം. ഇതിനി ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ചാറ് എത്ര കട്ടി വേണ്ട നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചധികം വെള്ളം ചേർക്കാം. ഇത് കുറച്ച് കട്ടിയുള്ള കറിയാണ്. കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ആദ്യം പൈനാപ്പിൾ വേവിക്കുമ്പോൾ ചേർത്ത ഉപ്പേ ഉള്ളൂ. ഇത് ഒരു 3-4 മിനിറ്റ് തീ കുറച്ച് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ട് 3-4 മിനിറ്റ് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിൽ പൈനാപ്പിൾ ഗൊജ്ജു റെഡിയാണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനു മുമ്പ് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. കടുക് താളിക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് കറിയിലേക്ക് ചേർക്കാം. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.